ഒരു രഹസ്യം. അത് വെറുമൊരു പുസ്തകത്തിലല്ല, ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനം ചെലുത്തിയൊരു പുസ്തകത്തിൽ ഒളിപ്പിച്ചുവെച്ചൊരു രഹസ്യം. അതെ, നമ്മളിന്ന് നെപ്പോളിയൻ ഹില്ലിന്റെ വിഖ്യാതമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. അതിലെ ആ വിജയത്തിന്റെ രഹസ്യ ഫോർമുല എന്താണെന്ന് ഒരുമിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോ ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ? അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്ന ആൻഡ്രൂ കാർണഗിയിൽ നിന്ന്. അദ്ദേഹത്തിന് ഉറച്ചൊരു വിശ്വാസമുണ്ടായിരുന്നു, തനിക്ക് ഇത്രയും വലിയ സമ്പത്ത് നേടിത്തന്ന ഒരു മാന്ത്രിക ഫോർമുലയുണ്ടെന്ന്. അത് ലോകത്തുള്ള എല്ലാവരിലേക്കും എത്തണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെയാണ് കാർണഗി ഈയൊരു വലിയ ദൗത്യം നെപ്പോളിയൻ ഹിൽ എന്നൊരു ചെറുപ്പക്കാരനെ ഏൽപ്പിക്കുന്നത്. എന്തായിരുന്നു ആ ദൗത്യം? സിമ്പിളാണ്. അമേരിക്കയിലെ ഏറ്റവും വിജയിച്ച 500-ലധികം പേരെ പോയി കാണുക, അവരോട് സംസാരിക്കുക. എന്നിട്ട് അവരുടെയെല്ലാം വിജയത്തിനു പിന്നിൽ പൊതുവായി എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടോ എന്ന് കണ്ടെത്തുക. 1-2 വർഷമല്ല, നീണ്ട 25 വർഷം. അത്രയും വലിയൊരു അന്വേഷണമായിരുന്നു അത്. അപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്: എന്തായിരുന്നു ആ രഹസ്യം? 25 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ ഹിൽ എന്തായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക? ഓക്കെ, നമുക്ക് ആ രഹസ്യത്തിലേക്കുള്ള സൂചനകൾ ഒന്നൊന്നായി ചുരുളഴിക്കാം. റെഡിയല്ലേ? ശരി, അപ്പോൾ ആദ്യത്തെ സൂചന ഇതാണ്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ഇതൊരു വെറും ആഗ്രഹമല്ല. സാധേ, എനിക്കൊരു കാർ വേണം എന്ന് പറയുന്നത് പോലെയല്ല. ഇതൊരു തരം ആളിക്കത്തലാണ്. നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, നിങ്ങളുടെ ഓരോ ചിന്തയെയും പ്രവൃത്തിയെയും ഭരിക്കുന്ന ജ്വലിക്കുന്ന ഒരാഗ്രഹം. ഈ ജ്വലിക്കുന്ന ആഗ്രഹത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം വേണോ? നമുക്ക് എഡ്വിൻ സി ബാൻസിന്റെ കഥ കേൾക്കാം. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ പൈസയില്ല. പക്ഷേ ഒന്നുണ്ടായിരുന്നു, ഒരൊറ്റ ചിന്ത. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം: സാക്ഷാൽ തോമസ് എഡിസന്റെ കൂടെ ബിസിനസ് ചെയ്യുക, അദ്ദേഹത്തിന്റെ പങ്കാളിയാവുക. ഇവിടെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഒരു സാധാരണ ആഗ്രഹവും ബാൻസിന്റെ ആഗ്രഹവും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. ഒരിടത്ത് എനിക്ക് എഡിസന്റെ കൂടെ ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ചിന്ത, മറുവശത്ത് ഞാൻ എഡിസന്റെ കൂടെ ബിസിനസ് ചെയ്തിരിക്കും എന്ന ഉറച്ച തീരുമാനം. ഈയൊരു തീവ്രതയുടെ വ്യത്യാസമില്ലേ, അതുതന്നെയാണ് പലപ്പോഴും വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ: 1, എഡിസനെ പരിചയമില്ല; 2, അങ്ങോട്ട് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റിന് പോലും കാശില്ല; പോരാത്തതിന് കണ്ടാലോ ഒരു നാടോടിയെപ്പോലെ. സാധാരണ നമ്മളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ആദ്യത്തെ പ്രശ്നത്തിൽ തന്നെ നിർത്തിപ്പോയേനെ, അല്ലേ? പക്ഷേ ബാൻസ് അങ്ങനെ അല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ തടസ്സങ്ങളെക്കാളൊക്കെ എത്രയോ വലുതായിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു നാടോടിയെപ്പോലെ വന്നു കയറിയ ഒരാൾക്ക് എഡിസനെപ്പോലൊരു മഹാൻ എന്തിനാണ് ഒരവസരം കൊടുത്തത്? അതിന്റെ ഉത്തരം എഡിസന്റെ വാക്കുകളിൽ തന്നെയുണ്ട്. അദ്ദേഹം പറഞ്ഞതിതാണ്: ഒരാൾ ഒരു കാര്യത്തിനു വേണ്ടി സ്വന്തം ഭാവിയെ തന്നെ പണയം വയ്ക്കാൻ തയ്യാറാണെങ്കിൽ അയാൾ വിജയിക്കും, ഉറപ്പാണ്. ആ ഒരു തീപ്പൊരിയാണ് എഡിസൺ ബാൻസിന്റെ കണ്ണുകളിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സൂചന കിട്ടി, ജ്വലിക്കുന്ന ആഗ്രഹം. ഇനി നമുക്ക് രണ്ടാമത്തെ സൂചനയിലേക്ക് കിടക്കാം. ഇതിന്റെ പേരാണ് മാസ്റ്റർ മൈൻഡ്. എന്താണിത്? വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതുന്നതിന് പകരം ഒരേ ലക്ഷ്യമുള്ള മറ്റുള്ളവരുടെ ബുദ്ധിയും കഴിവും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ടു പോകുന്ന ഒരു തന്ത്രം. ഇതൊരു സിമ്പിൾ ഐഡിയയാണ്. 2 അതിലധികമോ ആളുകളുടെ അറിവും പ്രയത്നവും ഒരുമിച്ച് ചേർക്കുക. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്: എല്ലാവരും ഒരേ ലക്ഷ്യത്തിനായി പരസ്പരം പൂർണ്ണ യോജിപ്പോടെ പ്രവർത്തിക്കണം. ഒറ്റയ്ക്ക് ചിന്തിക്കുന്ന ഒരു തലച്ചോറിനേക്കാൾ എത്രയോ ശക്തമാണ് ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടം തലച്ചോറുകൾ. ആ ഒരു കോർഡിനേഷനാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ മൈൻഡ് തത്വത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്നറിയണോ? അതിന് നമുക്ക് US സ്റ്റീൽ കോർപ്പറേഷന്റെ കഥ നോക്കാം. ചാൾസ് എം ഷ്വാബ് എന്നൊരാൾ ഈയൊരു തത്വം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തൊരു ഐഡിയ, അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നിന്റെ പിറവിക്ക് കാരണമായി. അതിന്റെ മൂല്യം എത്രയായിരുന്നെന്നറിയാമോ? $60 കോടി. ഇന്നത്തെ കണക്കിൽ അത് എത്ര വരുന്നെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് മാസ്റ്റർ മൈൻഡ് പ്രിൻസിപ്പിളിന്റെ പവർ. ഒരൊറ്റ ഐഡിയ ശരിയായ ആളുകളുമായി ശരിയായ രീതിയിൽ ഒന്നിച്ചു ചേർന്നപ്പോഴുണ്ടായ ഒരു ഇമ്പാക്റ്റ്. ഓക്കെ, നമ്മൾ 2 സൂചനകൾ കണ്ടു: ജ്വലിക്കുന്ന ആഗ്രഹം, മാസ്റ്റർ മൈൻഡ്. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും സൂചന. ഇത് പുറത്തുള്ള ശത്രുക്കളെക്കുറിച്ചല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കളെക്കുറിച്ചാണ്. നമ്മളെ വിജയത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന 6 വലിയ ഭൂതങ്ങളെക്കുറിച്ചാണ് ഹിൽ പറയുന്നത്. അവയെ എങ്ങനെ കീഴടക്കാമെന്ന് നോക്കാം. ഹില്ലിവയെ വിളിക്കുന്നത് ഭയത്തിന്റെ 6 ഭൂതങ്ങൾ എന്നാണ്. എന്തൊക്കെയാണെന്നല്ലേ? ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന വിമർശന ഭയം, പിന്നെ രോഗം വരുമോ എന്ന ഭയം, സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം, പ്രായമാകുന്നതിനെക്കുറിച്ചുള്ള ഭയം, പിന്നെ മരണഭയം. ഇവയാണ് നമ്മുടെയൊക്കെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തികളാണെന്നാണ് ഹിൽ പറയുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ പറഞ്ഞ ഭൂതങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്?
നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് ഇതിൽ ഏത് ഭയമാണ്? ആ തിരിച്ചറിവാണ് ഇതിനെ മറികടക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ശരി, അപ്പം നമുക്ക് 3 സൂചനകളും കിട്ടി. 1 ജ്വലിക്കുന്ന ആഗ്രഹം, 2 മാസ്റ്റർ മൈൻഡിന്റെ ശക്തി, 3 നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെ കീഴടക്കുക എന്നത്. ഇനി ഈ 3 കഷ്ണങ്ങളും ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് ആ വലിയ ചിത്രം, ആ രഹസ്യം നമുക്ക് മുന്നിൽ തെളിയുന്നത്. അപ്പോൾ എന്താണ് ആ രഹസ്യം? പലരും വിചാരിക്കുന്നത് പോലെ അതൊരൊറ്റ വാക്കല്ല, ഒരു മാന്ത്രിക മന്ത്രവുമല്ല, മറിച്ച് അതൊരു ഫോർമുലയാണ്, ഒരു പ്രവർത്തന പദ്ധതിയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച തത്വങ്ങളിലെ അവയെല്ലാം ഒരുമിച്ച് ചേർത്ത് സ്ഥിരോത്സാഹത്തോടെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലാണ് യഥാർത്ഥ രഹസ്യം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോർമുല ഒന്ന് ചുരുക്കി പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് കൃത്യമായി തീരുമാനിക്കുക. വെറുമൊരു തീരുമാനമല്ല, ജ്വലിക്കുന്നൊരാഗ്രഹമായി അതിനെ മാറ്റുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരേ ലക്ഷ്യമുള്ള ആളുകളെ കൂടെ കൂട്ടുക, ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ തിരിച്ചറിയുക, അവയെ നേരിടുക, കീഴടക്കുക. പിന്നെ നാലാമത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, സ്ഥിരോത്സാഹം. എന്ത് സംഭവിച്ചാലും പിന്മാറാതെ മുന്നോട്ടു പോവുക. ഈ തത്വങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. എഴുതപ്പെട്ട കാലത്ത് എത്രത്തോളം പ്രസക്തമായിരുന്നു അത്രത്തോളം തന്നെ ഇന്നും പ്രസക്തമാണ്. ആ വിജയത്തിലേക്കുള്ള ഫോർമുല ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. ആ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?